ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ പൂരോരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന മീനക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മശനി, കണ്ടകശനി, ഏഴശനി ഇവ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജന്മത്തിൽ ശനി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിലല്ലാത്ത വ്യാഴവും അനുകൂല സ്ഥാനത്തിൽ നിൽക്കുന്ന ശുക്രൻ. അതുപോലെ 5-ാം ഭാവത്തിൽ സൂര്യനും ബുധനും അനുകൂലമല്ല. 6-ാം ഭാവത്തിൽ കേതു അനുകൂലമാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമല്ല. 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് അനുകൂലമല്ല. ഇത്തിരി ദോഷ സമയം തന്നെയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അവനവൻ തന്നെ വിശ്വാസമില്ലാത്ത ഒരു സമയമാണ്. എത്ര ദൈവത്തിനെ തൊഴുതിയാലും ദൈവാനുഗ്രഹം കിട്ടാനും ബുദ്ധിമുട്ടാണ്. അത് കാരണം ദൈവത്തെ തൊഴണ്ട എന്നല്ല പറയുന്നത്, ദൈവാധീനം നല്ലതുപോലെ വരുത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമ്പലങ്ങളിലും മറ്റുള്ളവരുടെയും പ്രാർത്ഥനയും വഴിപാടും ചെയ്ത് സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അവിടെ പോയി 10 മിനിറ്റ് ഭജന ഇരിക്കുന്നതും ശാസ്താവിൻ്റെ സ്തോത്രം ചൊല്ലുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഗ്രഹപൂജ നടത്തുക, ഗ്രഹപൂജയിൽ പങ്കെടുക്കുക. അതായത് ശനിഗ്രഹ പൂജ, വ്യാഴഗ്രഹ പൂജ എന്നിവയെല്ലാം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അല്ലാത്ത പക്ഷം ശനിക്കുള്ള പരിഹാരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നീരാഞ്ജന നെയ്വിളക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പരിഹാരമാണ്. നീരാഞ്ജന നെയ്വിളക്ക് അത് മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും ചെയ്തു വരിക. ദോഷശമനം ഉണ്ടാവും. വ്യാഴത്തിന് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം 20 മിനിറ്റ് ജപിക്കുക. പാൽപ്പായസം, മഞ്ഞപ്പെട്ട്, തുളസിമാല എന്നിവ മഹാവിഷ്ണുവിന് ചാർത്തുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ചാർത്തുക. ഗുരുവായൂരിന്ന് പോയിട്ട് തൊഴുതു വരുന്നത് വളരെ ഉത്തമപരമായിട്ടാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. വിചാരിച്ച കാര്യങ്ങളൊന്നും വിചാരിച്ച വഴിക്ക് പോകാതിരിക്കണം. 7 ചൊവ്വ നിൽക്കുന്ന കാരണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവത് സേവ ചെയ്യുന്നത് മൂലം ആ ദോഷാധിക്യത്തിനെല്ലാം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ചില യാത്രകളെല്ലാം മുടങ്ങിപ്പോകാനുള്ള സാധ്യതയും ചിലപ്പോൾ കൊടുത്ത പണങ്ങളെല്ലാം തിരിച്ചു കിട്ടാതെ എന്തെങ്കിലും വേണ്ടി കൊടുത്ത പണങ്ങൾ തിരിച്ചു കിട്ടാം. ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്, 1 രൂപ പോലും മുടക്കിയിട്ട് ഒരു ബിസിനസ് നടത്തരുത്. ഒരു തൊഴിലും പുതിയതായിട്ട് തുടങ്ങരുത്. അതായത് നമ്മുടെ കയ്യിൽ നിന്നും പണം എടുത്തുകൊണ്ട് ഒരു തൊഴിലിനും ഇറങ്ങരുത്, ബിസിനസ്സിനും തുടങ്ങരുത്. അതുപോലെ ഇപ്പോൾ കൊടുക്കുന്ന കടങ്ങളൊന്നും തിരിച്ചു കിട്ടാൻ യാതൊരുവിധ വഴിയുമില്ല. ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ പറയും. എന്നിരുന്നാലും ഉണ്ടെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുകയില്ല. കൂടെ നിൽക്കുന്നവരെല്ലാം കുഴി തോണ്ടാണ്ട അവസരങ്ങളുണ്ടാവും. അതുപോലെ ജാമ്യം നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ അവനവൻ പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാത്രി യാത്ര വളരെ സൂക്ഷിക്കണം. വാഹന യാത്ര വളരെ സൂക്ഷിക്കണം. പെട്ടെന്നായിരിക്കും ഏത് ഭാഗത്തു നിന്നാണ് അടി വരുന്നത് അറിയില്ല. ശത്രുക്കളെ വളരെ സൂക്ഷിക്കണം. ശത്രുക്കൾ പതിയിരുന്ന് ആക്രമിക്കേണ്ട ഒരു സ്വഭാവ രീതി ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മളെ തന്നെ വിലയില്ലാത്ത പോലെ വേണം. വിലയില്ല പറഞ്ഞാൽ നമുക്ക് എന്തിനാ ഞങ്ങനെ ഒരു ജന്മം എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടാത്ത ചിന്തകളെല്ലാം തോന്നാൻ തുടങ്ങും. വേണ്ട ചിന്തകൾ, അനാവശ്യ ചിന്തകൾ, എന്തെങ്കിലും ജീവിച്ചിരിക്കുന്ന മരിച്ചൂടെ എന്നൊക്കെ തോന്നാൻ തോന്നും. അങ്ങനെയൊക്കെ തോന്നും. ഇങ്ങനെയുള്ള സമയങ്ങളാണ്. അത് കാരണം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സമാധാനത്തിൽ മനസ്സിനെ ടെൻഷൻ അടുപ്പിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനെല്ലാം മാറാൻ വേണ്ടി ശരണം പ്രാപിക്കുക. യോഗ എന്നുള്ള സാധനം ചെയ്യുക. അതുപോലെ തന്നെ അത് ധ്യാനത്തിലിരിക്കുക. എന്തെങ്കിലും ബുക്കുകളെടുത്ത് വായിക്കുക, അല്ലെങ്കിൽ പാരായണം ചെയ്യുക. ഗീതോപദേശം, രാമായണം, അതുപോലെ തന്നെ ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അയ്യപ്പ സ്തോത്രം, ഗണപതി സ്തോത്രം എന്നിവയെല്ലാം ചെയ്യുന്നത് മൂലം മനസ്സിന് കുറച്ച് ശാന്തി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സന്ധ്യാദീപം കൊളുത്തി പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നേരത്ത് ദീപാരാധന തൊഴുന്നത് നല്ല ഉത്തമമാണ്. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോയി പൂജ കഴിഞ്ഞ് ശംഖ് കൊണ്ടുള്ള തീർത്ഥം തെളിക്കുന്നതും തീർത്ഥം തെളിച്ച് തിരുമേനി തെളിച്ച് തരുന്ന തീർത്ഥം നമ്മൾ ശിരസ വായിക്കുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു പരിഹാര കർമ്മങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീനൻ രാശിക്കാർക്ക് ഇത്രത്തോളം വരാൻ കാരണത്തിനും അത്രത്തോളം ദോഷമുള്ള കാരണമാണ്. ഇനി അഥവാ ജാതകത്തിൽ വൻ നല്ല കാലം, വളരെ ശുഭകരമായിട്ടുള്ള നല്ല കാലം, ദശാകാലം, ബലവാനായിട്ടുള്ള ദശാകാലം, അപഹാരകാലം എല്ലാം നടക്കുകയാണെങ്കിൽ ഈ ദോഷം അധികം ബാധിക്കില്ല എന്നാണ് പറയാം. എന്നിരുന്നാലും ഇരുന്ന് പെട്ടെന്നൊരു പണ്ഡിതം എന്നുള്ള യാതൊരു സംശയം വേണ്ട. അത് എപ്പോഴാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് പറയുന്നത്. ഇവർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിട്ട് വരാറുണ്ട്. അത് ഞാൻ ഈ ഓഗസ്റ്റ് മാസത്തിൽ എടുത്ത് ഏതൊക്കെ നല്ല ദിവസങ്ങൾ എന്നുള്ളത് എടുത്ത് തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുവരെയും സമാധാനപരമായിട്ടിരിക്കുക. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സിനിമാ പ്രൊഡ്യൂസർമാരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാതെ ഇപ്പോൾ വെറുതെ ഇരിക്കുക നല്ലത്.
അതുപോലെ തന്നെ ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുന്നവരെല്ലാം ആ പണം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് കൊല്ലത്തിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അനങ്ങാതിരിക്കുന്നതാണ് ഉത്തമപരമായിട്ട് കാണുന്നത്. ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി ചില ആളുകളുണ്ടാവും വിചാരിച്ച കാര്യം സാധിച്ച, കാരണം അവരുടെ മനസ്സിലൊരു മനക്കോട്ട ഉണ്ടാവും. ആ മനക്കോട്ട പടന്ന് പന്തലിച്ച് അവരെന്നെ പന്തലിച്ചുണ്ടാക്കും. മനക്കോട്ട കെട്ടിയിട്ട് മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കില്ല. അവരുടെ മനക്കോട്ടയിൽ അവർ ആഡംബരപരമായി ജീവിക്കുന്നു, ഈ പണം കൊണ്ട് ബിസിനസ് നടത്തുന്നു എന്നൊക്കെ ചിന്തിച്ച് അവർ അതിൽ ഇറങ്ങും. ആരും പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ളത് പറയുന്നത്. അങ്ങനെയുള്ള സമയം അങ്ങനെ തോന്നിക്കും. അങ്ങനെ എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത പക്ഷം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്, നശിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞിരുന്നതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് നീങ്ങി കഴിഞ്ഞു പറഞ്ഞാൽ ഉപദ്രവമില്ലാതെ കഴിഞ്ഞു പോകാം എന്നാണ് പറയുന്നത്. നമസ്കാരം.